അവരുടെ പുറകെ നരകമുണ്ട്. അവർ സമ്പാദിച്ചു വെച്ചിട്ടുള്ളതോ അള്ളാഹുവിന് പുറമെ അവർ സ്വീകരിച്ച രക്ഷാധികാരികളോ അവർക്ക് ഒട്ടും പ്രയോജനം ചെയ്യില്ല. അവർക്കാണ് കനത്ത ശിക്ഷയുള്ളത്. അള്ളാഹുവിന് പുറമെ വേറൊരാളെ രക്ഷാധികാരിയായി വെക്കുന്ന ആളുകളോട് പ്രത്യേകിച്ച് ഇവിടെ പറയുന്നുണ്ട് അവർക്ക് കനത്ത ശിക്ഷയുണ്ട്. ഇപ്പൊ നമ്മൾ ഭഗവത്ഗീതയ്ക്ക് പോവാണെങ്കിലും നമ്മളെ ജീവൻ നിലനിർത്തുന്ന, നമുക്ക് ചുറ്റിലും വലയം ചെയ്യുന്ന, നമ്മളെല്ലാ കാര്യം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സൃഷ്ടാവിനെ അംഗീകരിക്കാനും സ്നേഹിക്കാനും ഓർക്കാനും നമസ്കരിക്കാനാണ് അവരെ ഗ്രന്ഥങ്ങൾ പറയുന്നത്. അതാണ് അവർക്ക് മോക്ഷത്തിനുള്ള വഴിയെന്ന്. അപ്പോൾ അവരതിനെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് കനത്ത ശിക്ഷയുണ്ട്. ഇതൊരു മാർഗദർശനമാകുന്നു. തങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അവിശ്വസിച്ചവരാരോ അവർക്ക് കഠിന തരത്തിലുള്ള വേദനയേറിയ ശിക്ഷയുണ്ട്. അപ്പൊ ഇതൊരു മാർഗദർശനമാണ്. യഥാർത്ഥ സൃഷ്ടാവിന്റെ സത്യങ്ങൾ നമുക്ക് അറിയുന്നത് എന്ന് പറയുമ്പോൾ നമ്മളെ നേർമാർഗത്തിലേക്കുള്ള ഒരു ക്ഷണമാണ്. അത് നമ്മൾ നിരസിക്കുന്ന സമയം നമുക്ക് ശിക്ഷയ്ക്കുള്ള ചാൻസ് ആണത്. അള്ളാഹു ആകുന്നു സമുദ്രത്തെ നിങ്ങൾക്ക് അധീനമാക്കി തന്നവൻ. അവന്റെ കൽപ്പന പ്രകാരം അതിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുവാനും അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടുവാനും നിങ്ങൾ നന്ദി കാണിക്കുന്നവരായേക്കാനും വേണ്ടി. കടലിലൂടെ കപ്പൽ ഓടുക എന്ന് പറയുമ്പോൾ തന്നെ സൃഷ്ടാവിന്റെ കൈകളുടെ പ്രവൃത്തിയിലാണ് അതൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം തന്റെ വകയായി അവൻ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തരികയും ചെയ്തിരിക്കുന്നു. ചിന്തിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ പല ദൃഷ്ടാന്തങ്ങളുണ്ട്. അതൊക്കെ ആസ്വദിക്കുന്നവരാണ്, അംഗീകരിക്കുന്നവരാണ്, സ്വീകരിക്കുന്നവരാണ്. പക്ഷെ അതൊക്കെ നൽകിയ സൃഷ്ടാവിനെ നമ്മൾ പലരും മറന്നു പോകുന്നു. വല്ലവനും നല്ലത് പ്രവർത്തിച്ചാൽ അത് അവന്റെ ഗുണത്തിന് തന്നെയാകുന്നു. വല്ലവനും തിന്മ പ്രവർത്തിച്ചാൽ അതിന്റെ ദോഷവും അവന് തന്നെ. പിന്നീട് നിങ്ങളുടെ രക്ഷിതാവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ്. അപ്പൊ നമ്മൾ നന്മ ചെയ്താൽ അത് നമുക്ക് അതിന് ഗുണം ഉണ്ടാവും, തിന്മ ആണെങ്കിൽ അതിന്റെ ഫലവും നമുക്ക് ലഭിക്കും. ഇസ്രായേൽ സന്തതികൾക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പ്രവാചകത്വവും നാം നൽകിയുണ്ടായി. വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് അവർക്ക് ആഹാരം നൽകുകയും ലോകരേക്കാൾ അവർക്ക് നാം ശ്രേഷ്ഠത നൽകുകയും ചെയ്തു. അവർക്ക് നാം മതകാര്യത്തെ പറ്റിയിട്ടുള്ള വ്യക്തമായ തെളിവുകൾ നൽകുകയും ചെയ്തു. എന്നാൽ അവർ ഭിന്നിച്ചത് അവർക്ക് അറിവ് വന്നു കിട്ടിയതിനു ശേഷം തന്നെയാണ്. അവർ തമ്മിലുള്ള മത്സര നിമിത്തമാണ്. ഏതൊരു കാര്യത്തിൽ അവർ ഭിന്നിച്ചു കൊണ്ടിരുന്നുവോ അതിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർക്കിടയിൽ നിന്റെ രക്ഷിതാവ് വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും. ഇസ്രായേൽ സന്തതികൾക്ക് മതത്തെ പറ്റിയിട്ടുള്ള വ്യക്തമായ കാര്യങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്, അറിവ് നൽകിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ബൈബിളിലേക്കും തോറയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ യഥാർത്ഥ സത്യം ഇവിടെ പറയുന്നുണ്ട്. നമ്മളെ ജീവൻ നിലനിർത്തുന്ന സൃഷ്ടാവിനെ, നമുക്ക് ചുറ്റും വലയം ചെയ്യുന്ന സൃഷ്ടാവിന്റെ കൈകളെന്ന അംശത്തിനെ പറ്റിയിട്ട്, അതിന്റെ മഹത്വത്തെ പറ്റിയിട്ടൊക്കെ നല്ല വ്യക്തമായിട്ട് പറയുന്നൊരു ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ അറിവൊക്കെ അവർക്ക് ഉണ്ടായിട്ടാണ് അവരെ ഇന്നും അതിനെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നതും.